Hi friends, today we are going to discuss Towards Feminist Poetics by Elaine Showalter. അപ്പോൾ ക്രിറ്റിസിസം ആണെങ്കിലും വളരെ സിമ്പിളായ രീതിയിൽ നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വി ക്യാൻ സി ഹു വാസ് എലൈൻ ഷോവാൾട്ടർ. ഷി വാസ് ബോൺ on 1941 and she is aged 80 now. American literary critic and feminist, a writer on cultural and social issues. She is one of the founders of feminist literary criticism in US academia. She is a recipient of Truman Capote Award for Literary Criticism and she is a specialist in Victorian literature and fintaisical, that's a French word, turn of the 19th century. She was a specialist in that. She is best known for gynocriticism, that is, women as writers. Some of her best known works: Towards a Feminist Poetics 1979, The Female Malady, Women, Madness and English Culture, that is 1985, Sexual Anarchy, Gender and Culture at Fintaisical 1990, Inventing Herself, Claiming a Feminist Intellectual Heritage 2001. In 2007, Judge of British Literary Award, the Man Booker International Prize. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമ്മൾ എലൈൻ ഷോവാൾട്ടറിനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് വാട്ട്സ് ദിസ് ഫെമിനിസം? ഫെമിനിസം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്, നമ്മൾക്കറിയാം. ഒരു ഇക്വാളിറ്റി വേണം മാൻ ആൻഡ് വുമൻ തമ്മിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ, ഇറ്റ്സ് ദ അഡ്വക്കസി ഓഫ് വിമൻസ് റൈറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാലിറ്റി ഓഫ് ദ സെക്സസ്. Men and women should have equal and rights and opportunities. It should be political, economical and social equality of the sexes. അത് ഡിമാൻഡ് ചെയ്യുന്ന, ഈ ഇക്വാലിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ് ഫെമിനിസം. പിന്നെ എന്താണ് ഈ ക്രിറ്റിസിസം? ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എൻ ഇവാലുവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് എ വർക്ക് ഓഫ് ആർട്ട്. അപ്പോൾ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇതിൽ വരണം. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ഇൻ അവർ മൈൻഡ് ബിഫോർ വി ഗെറ്റിംഗ് ഇൻ ടു ദിസ് essay. Now we can get into the essay. This Towards a Feminist Poetics calls for a separate and autonomous model of literary theory by rejecting the inevitability of male models and theories and recalling women's literary tradition to the present. മെയിൽ തിയറീസിനെയും അതുപോലെ മെയിൽ മോഡൽസിനെയും ഒക്കെ റിജക്റ്റ് ചെയ്തുകൊണ്ട്, ഇതൊന്നും വേണ്ട, ഒരു ഫീമെയിൽ ട്രഡീഷൻ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി തിയറി വേണം എന്നുള്ള ഒരാശയമാണ് നമ്മളുടെ ഈ എലൈൻ ഷോവാൾട്ടർ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സിലൂടെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ആകെ തുക എന്താണെന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഷീ ട്രൈസ് ടു ട്രേസ് ദ ഹിസ്റ്ററി ഓഫ് വിമൻസ് റൈറ്റിംഗ് ആൻഡ് വിമൻസ് ക്രിറ്റിസിസം. വിമൻസ് റൈറ്റിങ്ങിൻ്റെയും വിമൻസ് ക്രിറ്റിസിസത്തിൻ്റെയും ഹിസ്റ്ററി ട്രേസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റിൽ വിമൻ ആസ് എ റീഡറിൽ നിന്നും വിമൻ ആസ് എ റൈറ്ററിലേക്കുള്ള ഷിഫ്റ്റ്, അതിൽ വിമൻ ആസ് എ റീഡറിലുള്ള പ്രോബ്ലംസും അത് വിമൻ ആസ് എ റൈറ്ററിൽ എങ്ങനെ സോൾവ് ചെയ്തിരിക്കുന്നു അതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിമൻസ് ഹിസ്റ്ററിയും തിയറിയും ക്രിറ്റിസിസം ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ അത് 3ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫേസുകളെ, ആ ഹിസ്റ്ററിയുടെ ഫേസുകളെ 3ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എലൈൻ ഷോവാൾട്ടർ തൻ്റെ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. ഫസ്റ്റ് വൺ ഈസ് വുമൻ ആസ് എ റീഡർ, സെക്കൻഡ് വൺ ഈസ് വുമൻ ആസ് എ റൈറ്റർ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, വുമൻ ആസ് എ റീഡർ, ഈസ് ഫെമിനിസ്റ്റ് ക്രിറ്റിക് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഗൈനോ ക്രിറ്റിക്. എലൈൻ ഷോവാൾട്ടറുടെ വാക്കുകളിൽ വുമൻ ആസ് എ റീഡർ വിത്ത് വുമൻ ആസ് the consumer of male-produced literature and with the way in which the hypothesis of a female reader
reader changes our apprehension of a given text, awakening us to the significance of its sexual chords. ഇതിനെ എലൈൻ ഷോവാൾട്ടർ വിളിക്കുന്നത് ഫെമിനിസ്റ്റ് ക്രിറ്റിക് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വുമൻ മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചറിൻ്റെ കൺസ്യൂമറാണ്. അത് കൺസ്യൂം ചെയ്യുമ്പോഴത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മെയിൽ വുമനിനെ പറ്റി, മെയിൽ ഫീമെയിലിനെ പറ്റി എന്തൊക്കെ അസംഷൻസ് ആണോ അതിൽ വെച്ചിരിക്കുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്തിൽ വരുന്നത്, ഫെമിനിസ്റ്റ് ക്രിറ്റിക്കിൽ വരുന്നത്. In Elaine Showalter's own words, because it's very important, so we can't avoid this. Its subjects include the images and stereotypes of women in literature, the omissions and misconceptions about women in criticism, and the fissures in male constructed literary history, and the exploitation and manipulation of the female audience, especially in popular culture and film, and the analysis of women as a sign of semiotic systems. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചറാണ്. അപ്പോൾ ഒരു മെയിൽ ഫീമെയിലിനെ കുറിച്ച് എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതാണ് ആ ലിറ്ററേച്ചറിൽ ഉണ്ടാവുക. അപ്പോൾ അത് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ പറയുന്നത് ആരുടെ വ്യൂസാണ്, മെയിലിൻ്റെ വ്യൂസാണ്. അപ്പോൾ അതിൽ കുറേ ഇമേജസും സ്റ്റീരിയോ ടൈപ്സും ഒക്കെ ഉണ്ടാവും. ഫീമെയിലിൻ്റെ അതുപോലെ മീനിങ്, നമ്മളൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ സാധാരണ പറയാറുണ്ട് സ്ത്രീക്ക് അടക്കവും ഒതുക്കവും വേണം, ഭർത്താവിന് കീഴിൽ ഒതുങ്ങി നിൽക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളുടേതായ ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഏത് കൾച്ചറിലായാലും ഒരു മെയിൽ ഫീമെയിലിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആ മെയിൽ ഡൊമിനേഷനിൽ നിന്ന് വരുന്ന വ്യൂസാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പോൾ അത് തന്നെയാണ് കുറേ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ എലൈൻ ഷോവാൾട്ടർ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫിലിംസിൽ കാണുമ്പോഴായാലും അതുപോലെ ലിറ്ററേച്ചറിൽ കാണുമ്പോഴായാലും നമ്മൾക്കറിയാം അവരുടെ ഒരു വ്യൂ ഉണ്ടാവും, സ്ത്രീ ഇങ്ങനെയായിരിക്കണം. അപ്പോൾ അതിന് എഗെയിൻസ്റ്റായിട്ട് വരുമ്പോൾ എന്താണ് സാധാരണയായിട്ട് അതൊരു വിമനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, ഇങ്ങനെയല്ലാത്ത നല്ല സ്വഭാവമില്ലാത്ത സ്ത്രീകൾക്ക് ജീവിക്കാൻ അവകാശമില്ല, ആ രീതിയിലുള്ള ഫിലിംസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് എലൈൻ ഷോവാൾട്ടർ കുറേ കാര്യങ്ങളിലൂടെ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ദിസ് മെയിൽ റൈറ്റിംഗ്സ് were considered as gospel truths and it was injected into the females and they swallowed it without any question. അപ്പോൾ ഈ മെയിൽ പറയുന്നത് ഒക്കെ സത്യമാണ്, അതങ്ങനെ വിഴുങ്ങേണ്ട അവസ്ഥയാണ് അവിടെ ഫീമെയിൽസിന് വരുന്നത്. സെക്കൻഡ് പാർട്ട് ഈസ് വുമൺ ആസ് എ റൈറ്റർ. ഇൻ എലൈൻ ഷോവാൾട്ടർ's words, with woman as the producer of textual meaning, with the history, themes, ranks and structures of literature by women. Its subjects include psychodynamics of female creativity, linguistics, and the problem of female language, the trajectory of the individual or collective literary career, literary history, and of course, studies of particular writers and works. So, woman as a reader-ൽ ഫീമെയിൽസ് കൺസ്യൂമേഴ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ ഫീമെയിൽസ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ലിറ്ററേച്ചറാണ്. അപ്പോൾ അവിടെ വരുന്നത് ഒരു സ്ത്രീക്ക് സ്ത്രീയെ പറ്റിയുള്ള വീക്ഷണങ്ങളാണ്. അവരുടെ എഴുത്തിൽ അവരുടേതായ രീതിയിലുള്ള സൈക്കോ ഡൈനാമിക്സ് ഓഫ് വിമൻ, അതായത് ഫീമെയിൽ എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. മറ്റേതിലാണെങ്കിൽ ഫീമെയിൽ എക്സ്പീരിയൻസിനെ പറ്റിയൊരു മെയിൽ എഴുതിയിട്ട് അത് ന്യൂട്രലാണ്, അതാണ് കറക്റ്റ് എന്നുള്ള രീതിയിലാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ആയപ്പോൾ അത് ഫീമെയിലിൻ്റെ എക്സ്പീരിയൻസ് മാത്രമായിട്ട് മാറണം. റൈറ്റേഴ്സും വുമനാണ്, കൺസ്യൂമേഴ്സ് ഓർ ക്രിട്ടിസൈസേഴ്സ് ഓൾസോ ആർ വിമൻ. സോ ഇറ്റ്സ് എ വിമൻ ലിറ്ററേച്ചർ. അപ്പോൾ അവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വേർഡ് ഇംഗ്ലീഷിൽ ഇല്ലാത്തതുകൊണ്ട് ഷി ഹാസ് ടേക്കൺ എ വേർഡ് ഫ്രം ഫ്രഞ്ച്, ദാറ്റ് ഈസ് ലാ ഗൈനോക്രിറ്റിക്, ആൻഡ് ഇറ്റ്സ് ടേൺഡ് ഇൻ ടു ഇംഗ്ലീഷ് ആസ് ഗൈനോക്രിറ്റിക്സ്. അപ്പോൾ പിന്നെ അതുപോലെ എലൈൻ ഷോവാൾട്ടർ ഒരു ജോർജിക്സ് എന്നുള്ളൊരു ടേം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഫസ്റ്റ് റൈറ്റേഴ്സ് യൂസ് ചെയ്തിരുന്നത് ഈ ഫീമെയിൽസൊക്കെ ഒരുവിധം സ്യൂഡോണിംസാണ് യൂസ് ചെയ്തിരുന്നത്. അവരുടെ ഒറിജിനൽ പേരിൽ എഴുതാനായിട്ട് അവർ ധൈര്യപ്പെട്ടിരുന്നില്ല. കാരണം
മെയിൽ ലിറ്ററേച്ചറിനായിരുന്നു ഡൊമിനേഷൻ. പിന്നെ സ്ത്രീകൾക്ക് കുറേ കാര്യങ്ങൾ കൺട്രോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാ വ്യൂസും എക്സ്പ്രസ് ചെയ്യാനായിട്ട് ധൈര്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അവരുടെ പേര് മാറ്റിയിട്ട് ഒരു മെയിൽ റൈറ്ററിൻ്റെ പേരാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ മിൽ ഓൺ ദ ഫ്ലോസ് എഴുതിയ ജോർജ് എലിയറ്റ്, ഷി വാസ് മേരി ആൻ ഇവാൻസ്, അങ്ങനെ കുറേ റൈറ്റേഴ്സ് ഉണ്ട്, ബ്രോണ്ടേസ്. മെയിൽ എഴുതിയത് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു രീതിയും കൂടെ, എന്നുള്ളൊരു ചിന്തയും കൂടെ ഈ ഫീമെയിൽ റൈറ്റേഴ്സിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൽ നിന്നും അതാണ് ജോർജിക്സ് എന്ന് പറയുക, ജോർജ് എന്നുള്ള പേരുകൾ കൂടുതൽ യൂസ് ചെയ്തിരുന്നു. ഈ മെയിൽ റൈറ്റേഴ്സിൻ്റെ പേരുകൾ ഫീമെയിൽ റൈറ്റേഴ്സ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഫെമിനിസ്റ്റ് ക്രിറ്റിക് ആൻഡ് ഗൈനോ ക്രിറ്റിക് ഈസ്. ഇനി നമ്മൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ 1970s മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ റൈറ്റിങ്സ് മാത്രമാണ് നമ്മളുടെ ലിറ്ററേച്ചറിൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ക്യാനണിലുണ്ടായിരുന്നത്. ഈ ഫീമെയിൽ ടെറിട്ടറി വാസ് എ ഡെസേർട്ട്. In Elaine Showalter's own words, in literature of their own, it was a desert bounded by mountains on four sides. You have Austin Peaks on the one side, Bronte Cliffs, the Elliott Range and Wolf Hills. വുമനിനെ അന്വേഷിച്ച് ചെല്ലാൻ പറ്റിയ ഒരു വിമൻസ് റൈറ്റിങ്ങിൻ്റെ ഒരു മാപ്പ് ഉണ്ടായിരുന്നില്ല. ഈ വളരെ കുറച്ച് റൈറ്റേഴ്സ് മാത്രമാണ് അന്ന് ഈ മെയിൽ സ്റ്റാൻഡേർഡിന് ഒപ്പം എത്തിയിരുന്നത്. അതിൽ തന്നെ കുറച്ച് പേര് സ്യൂഡോണിംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആ റൈറ്റിങ്ങിൻ്റെ ഫീൽഡിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെയാണ് എലൈൻ ഷോവാൾട്ടർ ഒമിഷൻസ് ആൻഡ് മിസ്കൺസെപ്ഷൻസ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറയണ്ടല്ലോ, ആ ഒമിഷൻസ് വരുന്നത്. കുറേ റൈറ്റേഴ്സ് ഒമിറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്, കുറേ റൈറ്റേഴ്സ് വെയ്ഗാണ്, അവരുടെ പേരുകളൊന്നും ഈ ലിറ്റററി ഹിസ്റ്ററിയിലില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടെ ഈ ഗൈനോ ക്രിറ്റിക്സിന് ഉണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഫെമിനിസ്റ്റ് ക്രിറ്റിക്കിൻ്റെ പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഇറ്റ്സ് എസെൻഷ്യലി political and polemical with theoretical affiliations to Marxist sociology and aesthetics. അപ്പോൾ ഇങ്ങനെ ഒരു അനാലിസിസിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫെമിനിസ്റ്റ് ക്രിറ്റിക് ഈസ് മെയിൽ ഓറിയൻറ്റഡ്. ഇഫ് വി സ്റ്റഡി സ്റ്റീരിയോടൈപ്സ് ഓഫ് വിമൻ, the sexism of male critics, and the limited roles women play in the literary history, we are not learning what women have felt and experienced, but only what men have thought women should be. അപ്പോൾ ഇത് മെയിൽ ഓറിയൻറ്റഡ് ആകുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ് വിമന് ഫീൽ ചെയ്തതെന്നല്ല, പക്ഷേ മാൻ എന്താണ് ചിന്തിച്ചത്, വിമൻ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും, വിമൻ എങ്ങനെയായിരിക്കണം, ആ രീതിയിൽ മെൻ ചിന്തിച്ച കാര്യങ്ങളാണ് നമ്മൾ വിമൻ്റേതെന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ പ്രോബ്ലംസ്. അപ്പോൾ ഫെമിനിസ്റ്റ് ക്രിറ്റിക്കിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളൊരു വർക്ക് ഓഫ് ആർട്ട് ക്രിട്ടിസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയററ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിയറികൾ ഉണ്ടാക്കിയിരിക്കുന്നത് മെയിൽസാണ്. അപ്പോൾ അതിൻ്റെ യാർഡ് സ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മളൊരു ബുക്ക് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചിലപ്പോൾ നമ്മൾക്ക് വി നീഡ് എ ലോങ് അപ്രൻറ്റിസ്ഷിപ്പ് ടു ദി മെയിൽ തിയററ്റീഷ്യൻസ് ലൈക്ക് ദിസ് ഈസ് ദ വേർഡ്സ് ഓഫ് Elaine Showalter, whether he may be Althusser, Baths, Machery or Lacan. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു അപ്രൻറ്റിസ്ഷിപ്പ് നമുക്ക് വേണം. അതായത് ഇത് എങ്ങനെ പോയാലും ഈ തിയറീസൊക്കെ നമ്മൾ മെയിൽസിൻ്റെ പഠിക്കുമ്പോൾ ഒരു മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറി തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് ഫെമിനിസ്റ്റ് ക്രിറ്റിക്കിൻ്റെ ഒരു വലിയ പ്രോബ്ലമാണ്. അതുപോലെ ആ ക്രിറ്റിസിസത്തിൽ വരുമ്പോൾ വിമൻസ് വിക്ടിമൈസേഷനെ നാച്ചുറലൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ട്. അപ്പോൾ അത് നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലേക്ക് ഈ വിമൻസ് വിക്ടിമൈസേഷൻ സംഭവിക്കാറുണ്ട്, ആസ് ഇറ്റ് ഈസ് എ മെയിൽ കൺസ്ട്രക്റ്റഡ് തിയറി. ഇനി ഗൈനോ ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് എക്സ്പെരിമെൻ്റൽ വിത്ത് കണക്ഷൻ ടു അതർ മോഡ്സ് ഓഫ് ന്യൂ ഫെമിനിസ്റ്റ് റിസർച്ച്. Another beautiful sentence on gynocritics. Gynocritics begins at the point when we free ourselves from the linear absolutes of male literary history, stop trying to fit women between the lines of the male tradition,
and focus instead on the nearly visible world of female culture. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഈ മെയിൽ റൈറ്റിങ്സിനോട് ഒരു ലവ് ഉണ്ടായിരുന്നു. പിന്നെ അതൊരു ആംഗ്രി മൂഡിലേക്ക് മാറി. സെക്കൻഡ് ഫേസൊക്കെ ആയപ്പോൾ ഒരു ആംഗ്രി മൂഡിലേക്കാണ് മാറുന്നത്. അപ്പോൾ ആ ആംഗ്രി ഓർ ലവിങ് ഫിക്സേഷൻ മാറ്റിയിട്ട് ഫീമെയിൽ തിയറീസ് വരണം. അങ്ങനെ ഒരു ഫീമെയിൽ ഫ്രെയിം വർക്കിലൂടെയാണ് നമ്മൾ ഗൈനോ ക്രിറ്റിസിസത്തിൽ ഈ വർക്ക് ഓഫ് ആർട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗൈനോ ക്രിറ്റിക്സിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് ടു റീകൺസ്ട്രക്ട് ദ പാസ്റ്റ്. ആ റീകൺസ്ട്രക്ഷൻ വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് റൈറ്റേഴ്സിനെ മാത്രം നമ്മൾ കാണുന്നുള്ളൂ. ഈ ലിറ്ററേച്ചറിൻ്റെ ക്യാനണിൽ ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ കുറച്ച് ഫീമെയിൽ റൈറ്റേഴ്സാണ്. ഒരു ഓസ്റ്റിൻ എവിടെയെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രോണ്ട എവിടെയെങ്കിലും ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു രീതിയിലല്ല ശരിക്കുള്ളത്. ഇതിൻ്റെ ഇടയിൽ മിസ്സായി പോയിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരാളുടെ വർക്കായിട്ട് അനലൈസ് ചെയ്യുന്നതിന് പകരം ആ മൊത്തം ട്രഡീഷൻ നമ്മൾ ഒരുമിച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് മോർ ദാൻ 150 റൈറ്റേഴ്സിനെയാണ് അവിടെ കിട്ടുന്നത്. നമ്മളൊരിക്കലും ഒരു മെയിൽ റൈറ്ററിനെ ഐസൊലേഷനിലല്ല സ്റ്റഡി ചെയ്യുന്നത്. ഫ്രം വൺ റൈറ്റർ ടു അനദർ റൈറ്റർ ഓർ ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. അതുപോലെ ഈ അറിയപ്പെടാത്ത ഈ ഫീമെയിൽ റൈറ്റേഴ്സിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു മോർ ദാൻ 150 റൈറ്റേഴ്സാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു ന്യൂ പാറ്റേൺ ഈസ് എമർജിങ്. ദാറ്റ് പാറ്റേൺ Elaine Showalter has divided into 3 phases of women's writing. First one is feminine phase, that is from 1840 to 1880. Second one is feminist phase, that is 1880 to 1920. And third phase is female phase, that is from 1920 onwards. So the second part of this essay we can discuss in another video because it's very long, so you may feel bored. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം സെക്കൻഡ് പാർട്ട് കേൾക്കുക. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. നല്ല സിമ്പിളായിട്ട് നമ്മൾക്ക് അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇനി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദി കമൻറ്റ് ബോക്സ്. പിന്നെ നമ്മളുടെ ആദ്യത്തെ ക്ലാസ്സുകൾ ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇതിന് മുമ്പിട്ട ക്ലാസ്സുകളൊക്കെ അതിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ഏതാണ്ട് 40 എബോവ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കേൾക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയിക്കുക. ഇൻ ദി നെക്സ്റ്റ് വീഡിയോ we will meet again with the second part. Thank you.